ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഇന്നലെ മാനന്തവാടിയിൽ ഉണ്ടായത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഈ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്ന തോൽപ്പെട്ടി വനത്തിലേക്ക് നീങ്ങിയതായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വനംവകുപ്പും അറിയിച്ചു. വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്താതെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നമ്മുടെ ഓരോ ദൗത്യവും നമുക്ക് പുതിയ അനുഭവങ്ങളും പുതിയ പാഠങ്ങളും നൽകുമല്ലോ. അതൊക്കെ പരിശോധിച്ചു. അതുകൊണ്ടാണ് ഒരു നിരീക്ഷണം അത്യാവശ്യമാണെന്ന് തീരുമാനിച്ചത്. പിന്നെ മുൻ അനുഭവത്തിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ കുറച്ചും കൂടി ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ആ ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് ആന എത്തിക്കുക എന്നതാണ് ഇനി കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം നമ്മൾ നടത്തുക. അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ മയക്കുവെടി വെച്ച് അതിൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ അവിടെ എലിഫൻ്റ് ആംബുലൻസിൽ കയറ്റി മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്കരിക്കും. ചാലിഗദ്ദയിൽ നിന്ന് സജോ ദേവസിയും അതുപോലെ അജീഷിൻ്റെ വീട്ടിൽ നിന്ന് അരുൺ പാറക്കൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. സജോ ദേവസ്യ, എന്തൊക്കെയാണ് ഇന്ന് കാര്യം? ചാലിഗദ്ദയിലെ ജനങ്ങൾ ഇപ്പോഴും വല്ല രോഷത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SKN വനം വകുപ്പ്, പ്രത്യേകിച്ച് വനം വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് ബേലൂർ മഗ്ന എന്ന ഈ ആളെക്കൊല്ലി കാട്ടാന നിലവിൽ കാട് കയറിയിട്ടുണ്ട്. പക്ഷെ അതേസമയം സുരക്ഷാ കാര്യങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. വീണ്ടും തിരികെ ജനവാസ മേഖലയിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് മയക്കുവെടി വെക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് വനമന്ത്രി പറയുന്നത്. അതേസമയം നാട്ടുകാർ പറയുന്നത് മയക്കുവെടി വെക്കാനുള്ള നീക്കം യഥാർത്ഥത്തിൽ വനം വകുപ്പ് കാര്യമായി ഇപ്പോൾ പരിഗണിക്കുന്നില്ല. പകരം അത് തുരത്തുക എന്ന നയം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു നീക്കമാണ് അത്. പക്ഷേ കൂടുതൽ, അതായത് പിന്നീട് അങ്ങോട്ടേക്ക് മനുഷ്യജീവനും സ്വത്തിനുമൊക്കെ ഈ മേഖലയിൽ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടാക്കും എന്ന ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചാലിഗദ്ദയിലാണ്. ഇവിടെ തന്നെയാണ് പുലർച്ചെയോടെ ആനയുണ്ടായിരുന്നത്. രണ്ട് സാധ്യതകളാണ്. ഒന്ന്, തോൽപ്പെട്ടി മേഖലയിലേക്ക് പോകാം, അതല്ലെങ്കിൽ ഇവിടെ കുറുവാദ്വീപ് കടന്ന് കബനി കടന്ന് വനമേഖലയിലേക്ക് നീങ്ങാം. രണ്ട് സാധ്യതകളാണുള്ളത്. വനംവകുപ്പ് തോൽപ്പെട്ടിയിലേക്കുള്ള കാര്യമാണ് ഇപ്പോൾ കൃത്യമായി പറയുന്നത്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് അവർ പൂർണ്ണമായും ആ നിലപാട് അംഗീകരിക്കുന്നില്ല. ജനവാസ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ആന പോയി എന്ന് കരുതുക വയ്യ എന്ന് മാത്രമല്ല, അവർ ആവശ്യപ്പെടുന്നത് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത പരിഗണിച്ച് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി നീക്കുക തന്നെയാണ് വേണ്ടത്. ആ ദൗത്യം ഉടൻ എന്നൊക്കെ മന്ത്രി പറയുമ്പോഴും അതിനുള്ള ശ്രമങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല എന്നും നാട്ടുകാർ കുറ്റപ്പെടുന്നു. നമ്മളോടൊപ്പം ഇവിടുത്തെ ആളുകൾ കൂടി ചേരുകയാണ്. കാട് കയറി എന്നൊരു നിലപാടാണ് വനമന്ത്രി ഇപ്പോൾ പറഞ്ഞത്. കാട് കയറി എന്നാണ്. അതുകൊണ്ട് ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല. കാട് കയറിയിരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണോ ഉള്ളത്? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. കാരണം കുറുവാദ്വീപിലേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. തോൽപ്പെട്ടി മേഖലയിലേക്ക് പോയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. അത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ടോ? കുറച്ച് ദൂരമുണ്ടല്ലോ അങ്ങോട്ട്. കുറച്ച് ദൂരമുണ്ട്. ഒരു 6 കിലോമീറ്ററോളം ഉണ്ട് ഇവർ പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ. അങ്ങനെ പോകേണ്ടതെന്ന് വെച്ചാൽ 2 സൈഡും വനമാണ്. അതിൻ്റെ നടുക്കൂടുള്ള വനപാതയാണ്. ആ പാതയാണ് നമ്മളെല്ലാവരും സഞ്ചാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വഴിയാണ് കാട്ടുകുളത്തേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് ഇവർ എന്താ പറയുക, നമ്മളൊരു പശുവിനെ കൊണ്ടുപോകുന്ന പോലെ തെളിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് നടക്കുകയില്ല. അത് നടക്കുന്ന കാര്യമാണ്. കാരണം ഈ ആന അത്രയ്ക്ക് ഒരു ഡേഞ്ചർ ആനയാണ്. കാരണം സെക്കൻഡ് വെച്ച് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആന നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അത്ര സ്പീഡിൽ വരുന്ന ആനയാണ്. ഉപേക്ഷിക്കാനുള്ള നീക്കം ഉണ്ടെന്നൊക്കെ നിങ്ങൾ വിമർശനം ഉന്നയിക്കുന്നതിന്റെ കാരണം എന്താണ്? മയക്കുവെടി വെക്കാതിരിക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നതെന്ന് പറയാൻ കാരണം എന്താണ്? അങ്ങനെ വിമർശിക്കാൻ കാരണം എന്താണ്? ഒന്ന്, ഇപ്പം നിന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഇന്നലെ അവിടുന്ന് ഈ ആനയെ ദുഷ്കരമാണ് അവിടുന്ന് ഇറക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്നതും അവിടെ പോയി വെടിവെക്കുക എന്ന് പറയും. കാരണം അത്രയും ഉള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടുന്ന് യാതൊരു കാരണവശാലും ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ അവർ അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു കുറച്ച് തെളിഞ്ഞ ഒരു പ്രദേശത്ത് കൊണ്ടുവന്നാലേ ഈ പരിപാടി നടക്കുകയുള്ളൂ. പക്ഷേ അത് ഇന്നലെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറി. ഈ മയക്കുവെടി വെക്കുക എന്നുള്ള സംഭവമൊക്കെ അവർ മാറ്റിക്കളഞ്ഞു. പോലീസ് വന്ന് ഇവിടുന്ന് 2 സൈഡിലും ബ്ലോക്കാക്കി. പോലീസും ജനങ്ങളുമായിട്ട് വാക്കേറ്റം ഉണ്ടായി നമ്മൾ കണ്ടതാണ്. അങ്ങനത്തെ ഒരു സംശയമാണ്. പിന്നെ ഈ പറയുന്ന അവർക്കും പേടിയുണ്ട്. അവരുടെ കയ്യിൽ ഒരു ടോർച്ചില്ല, ഒരു ആയുധങ്ങളില്ല, യാതൊരു ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഉൾപ്പെടെ പറയുന്നത്. അതായത് മയക്കുവെടി വെക്കണം, അത് ആനയെ കൃത്യമായി നിരീക്ഷിച്ച് കണ്ട് മയക്കുവെടിയിലേക്ക് കടക്കണം എന്നതാണ് നാട്ടുകാർ പറയുന്ന ഒരു കാര്യം. കാരണം നിലവിൽ ഏതായാലും ആന നമ്മളിപ്പോൾ നിൽക്കുന്ന ചാലിഗദ്ദയിലെ ജനവാസ മേഖലയുടെ ഭാഗത്തില്ല, വനമേഖലയിലേക്ക് നീങ്ങിയിരിക്കാൻ തന്നെയാണ് സാധ്യത എന്ന നിലയ്ക്കാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ ഒരു ചേട്ടൻ കൂടി ചേട്ടാ, ഇപ്പം വനമന്ത്രി പറയുന്നത് കാട് കയറിയിരിക്കാനുള്ളൊരു സാധ്യതയാണ് വനമന്ത്രി പറഞ്ഞത്. പക്ഷേ അതേസമയം നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടതുപോലെ ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല, മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് വനമന്ത്രി പറയുന്നത്. അതിൽ നിങ്ങൾ തൃപ്തരാണോ? കാരണം
പക്ഷെ ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ദൗത്യം ഇവരെന്താ ചെയ്യുന്നത്? ഈ ദൗത്യം എന്ന് പറഞ്ഞത് ഇന്നലെ 36 മണിക്കൂറാവാൻ ഇവിടെ ഈ സംഭവം നടന്നിട്ട് ഇന്നലെ 7 മണിക്ക് തുടങ്ങിയ ഇവരെന്താ ഇവിടെ ചെയ്ത? ഇന്നലെ ഈ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നലെ രാത്രി 1 മണി വരെ ആന ഈ കുന്നുമേലുണ്ടല്ലോ. ഇവർ ഈ ചാലികത സംഭവത്തിൽ ഇനി അജി എന്ന് പറഞ്ഞാൽ കൊന്ന ഈ പരിസരത്ത് ഈ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ട 10 മണിക്ക് വീടിൻ്റെ പുറകു വസ്തു വന്ന് ആന ഇത് വാഴ ഒടിക്കുക. ഞങ്ങൾ അന്നേരം ഓടിപ്പോയി എത്തിയപ്പോഴേക്കും ആന നേരെ വീണ്ടും ഉൾവനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസനീയമല്ല. ഉൾവനത്തിലേക്ക് പോയി എന്ന് പറയുന്നത് വനം വകുപ്പ് വന്ന് ഞങ്ങളെ കാണിച്ചു തരട്ടെ. ഇവിടുത്തെ കൃഷിക്കാരിലേക്ക് തോൽപ്പെട്ടി സൈഡിലേക്ക് പോകാൻ യാതൊരു ചാൻസ് തോൽപ്പെട്ടി സൈഡിലേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാളി സന്ധ്യ തോൽപ്പള്ളി പോകും, ഇപ്പോഴത്തെ കുറുവേ പോകും, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോയാലും ജനവാസ മേഖലയിൽ ഉണ്ട്. ഈ 2 ബസ് പോയാലും ജനവാസ കേന്ദ്രത്തിലേക്ക് പെടുവുള്ളൂ. ഒന്ന് തോൽപ്പെട്ടി മേഖല, പിന്നെ ഇവിടെ കുറുവേ അപ്പുറം എന്ന് പറഞ്ഞാൽ പാക്കം പുൽപ്പള്ളി ദാസരക്കര അങ്ങോട്ട് പോയാലും ജനവാസ കേന്ദ്രമാണ് അവിടെ ഉള്ളത്. ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കാണിച്ചിട്ട് ഈ ആന കാട്ടുകൾ അപ്പുറം മണ്ണുണ്ടി പോകുന്നത് അവിടെ ജനവാസ കേന്ദ്രമാണ്. അവിടെ അവർ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ട് അവര് നീക്കണം. അവരെ ചെയ്യണല്ലോ. ഇന്നലെ തുടങ്ങിയിട്ട് അവരിത് ചെയ്തിട്ടില്ല. ഇന്ന് വരെ ചെയ്തിട്ടില്ലല്ലോ. അതിലും ആത്മാർത്ഥമായിട്ട് ഇവിടുത്തെ കൃഷിക്കാർ ചെയ്യുന്നുണ്ട്. അവരെക്കാട്ട് ആത്മാർത്ഥ കൃഷിക്കാർ രാത്രി ഇതെല്ലാം നടക്കുന്നുണ്ട്. അതുപോലും അവർ ചെയ്യുന്നില്ല. അവർ പറയുന്ന അവിടെ പോയി നമ്മളെ കാണിച്ചു തരട്ടെ. അവര് ആന അവിടെ ഉണ്ടെന്ന്. ഇവിടെയുള്ള ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഈ ദൗത്യം നടത്തണം. ആന ജനവാസ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ നീക്കണം. ഇവിടുത്തെ ജനങ്ങളെയും കൂട്ടി തരാനാണോ എന്ത് വേണ്ടെങ്കിൽ നമ്മൾ തയ്യാറാ. ചാലികത്തയിൽ ദൗത്യത്തിനുള്ള ശ്രമമൊന്നുമില്ല. അത് പക്ഷേ ഇവിടെ നീങ്ങിയതായതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ഈ നേരം വെളുത്ത് 7 മണി ഇവിടെ ഒറ്റ ഫോറസ്റ്റുകാരോ ഒരു പോലീസുകാരോ ഇവിടെ ഇല്ല. ഒരു ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ഇല്ല. ഇവിടെ നമ്മുടെ നാട്ടുകാർ മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അപ്പൊ ആന നിരീക്ഷണത്തിന്റെ 10 മണിക്ക് ഇവരെവിടെയായിരുന്നു? ഇവിടെ ഈ നമ്മുടെ വീടിന്റെ പരിസരത്ത് ആന വന്നിട്ട് 10 മണിക്ക് വന്നു. ഇവിടെ ഇവർ നിരീക്ഷിക്കുകയാണ്. ഇവർ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സമ്മതിക്കുക. അന്നേരം ഇവിടെ ഇവരില്ല. നമ്മൾ അവർ നിരീക്ഷിക്കുക. അതാണ് നിരീക്ഷിക്കണേ. ആന വരുന്ന അവർ കാണുന്നില്ലല്ലോ. അവരിങ്ങനെ പറയുന്നതല്ലാണ്ട് കാണുന്നില്ലല്ലോ. അതാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാണുന്നില്ല. 10 മണിക്ക് ഞങ്ങൾ ആന കണ്ടു, ഫോറസ്റ്റുകാർ ആന കണ്ടിട്ടില്ല. അന്ന് അവർ സ്പോട്ടിൽ വരണ്ടേ? അവർ വന്നിട്ടില്ല. വനമന്ത്രി വരട്ടെ, നമ്മൾ പറയാലോ. ആദ്യം പറയില്ല. വനമന്ത്രിയൊക്കെ എന്തായാലും നമ്മൾ ടി വിയിലൊക്കെ നമ്മൾ പറയുന്നത് കേട്ടു. സർക്കാരിന് ഒരു പരിമിതി ഉണ്ടെന്ന്. അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന്. അതേപോലെ ഞങ്ങൾ തിരിച്ചു പറയുന്നത് സർക്കാരിന് പരിമിതിയുണ്ട്, ജനങ്ങൾക്ക് പരിമിതിയുണ്ട്. ആ ജനങ്ങളുടെ പരിമിതി സർക്കാർ വനമന്ത്രി അത് നേരെ ഉൾക്കൊണ്ടാണ് മതി. കാരണം നമ്മൾ ഇന്നലെ അതുപോലെ സഹകരിച്ചു വന്നതല്ല. പക്ഷെ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നലെ മാനന്തവാടി നടന്നതിനെക്കാട്ടും അതിരൂക്ഷമായ പ്രദേശമുണ്ടാവും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ ഒരു ആൾ തന്നെയാണ്, ചാലികതയിലെ ഒരു ആളാണ് നമ്മളോടൊപ്പം ചേർന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾ പറയുന്ന ഒരു കാര്യം, ജനവാസ മേഖലയിൽ നിന്ന് ആനയെ നീക്കി എന്ന് ഉറപ്പുവരുത്തണം. അതിന് മയക്കുകൂടി വെച്ച് ഇവിടുന്ന് നീക്കിയതല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും. കാരണം ഇതൊരു ആളെക്കൊല്ലി ആനയാണ്. ബേലൂർ മക്കനയുടെ കാര്യത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ സിഗ്നൽ ലഭിക്കുന്നതിന് തടസ്സമില്ല. അത് ഇപ്പോൾ നേരത്തെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെയും ഇനിയിപ്പോൾ അത് ശേഖരിക്കുന്നതിന് തടസ്സമില്ല. എന്ന് മാത്രമല്ല, അതിദാരുണമായ ഒരു സംഭവമാണ്. വീട്ടുമുറ്റത്ത് വെച്ചാണ് അജി കൊല ചെയ്യപ്പെടുന്നത്, കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെ വലിയൊരു ജനകീയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ മേഖലയിൽ പ്രശ്നം സൃഷ്ടിക്കാതെ മുൻകരുതൽ സ്വീകരിക്കണം. അതിനാവശ്യമായ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യം. താങ്ക് യു. സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സങ്കടകരമായ കാര്യമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. അജീഷ് ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. മരിച്ച അജീഷിൻ്റെ വീട്ടിൽ അരുൺ പാറയ്ക്കൽ ഇപ്പോഴുണ്ട്. അരുൺ പാറയ്ക്കൽ നമ്മുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. അരുൺ, എന്തൊക്കെ വിവരങ്ങളാണ്? എന്തായാലും വളരെ സങ്കടകരമായ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. വീട്ടിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴായിരിക്കും? എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? എസ് കെ, ഞാനിപ്പോൾ മാനന്തവാടി പടമലയിലുള്ള അജീഷിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. വീട്ടുമുറ്റത്താണ്. ഇവിടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ അജീഷിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ദുഃഖപൂർണമായൊരു അവസ്ഥ, വികാരനിർഭരമായ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ അജീഷ് ഉപയോഗിച്ച ട്രാക്ടറാണ്. അജീഷിൻ്റെ പിതാവ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. ആനയെ വെടിവെച്ചു കൊല്ലാത്തതാണ് സർക്കാർ ചെയ്യുന്ന തെറ്റ് എന്നടക്കമുള്ള അത്തരത്തിലുള്ള വാക്കുകളാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് വരുന്നത്. എന്തായാലും ദുഃഖപൂർണമായ ഒരു അവസ്ഥ, വികാരനിർഭരമായ അവസ്ഥ. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയായിരിക്കും വീടിന് തൊട്ടടുത്തുള്ള സെൻറ്റ് അൽഫോൺസ് ചർച്ചിൽ പൊതുദർശനം ഉണ്ടാവുക. അതുവരെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. അതുവരെ വീട്ടിലാണ് പൊതുദർശനം. എന്തായാലും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ രാത്രി 9:45 കൂടിയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ വീട്ടിൽ വലിയ രീതിയിലുള്ളൊരു ജനക്കൂട്ടമായിരുന്നു. വികാരനിർഭര
ദുഃഖപരമായ അവസ്ഥയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അജീഷിൻ്റെ അളിയൻ നമുക്കിപ്പം ചേരുകയാണ്. ചേട്ടാ, ദുഃഖപൂർണ്ണമായ ഒരു അവസ്ഥയാണെന്ന് അറിയാം. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ചടങ്ങുകൾ? ഇന്ന് 3 മണിക്ക് വീട്ടിൽ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം വിലാപയാത്രയായിട്ട് പള്ളിയിലേക്ക് പോകും. പള്ളിയിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം, പൊതുദർശനം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളൂ. പള്ളിയിലെ ചടങ്ങുകൾ എത്ര മണിക്ക്? 3 മണിയോളം. 3 മണിക്ക് ശേഷം ഇവിടെ ഒരു വീട്ടിലൊരു അരമണിക്കൂറോളം ഉണ്ടാവും. അതിനുശേഷം പള്ളിയിലേക്ക് പോകും. 4:30 കൂടി എല്ലാ ചടങ്ങുകളും ഏകദേശം തീരുന്നതാണ്. ഇങ്ങനെ ഒരു അവസ്ഥ, വിഷമകരമായ ഒരു അവസ്ഥയിലാണ്. ഇത് സർക്കാരിനോട് എന്താണ് പറയുന്നത്? സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വനം വകുപ്പിൽ ഒരു 7-8 വർഷമായിട്ട് താൽക്കാലിക ജീവനക്കാരനാണ്. എനിക്കറിയാം വനം വകുപ്പിൻ്റെ നിസ്സഹായാവസ്ഥ എനിക്കറിയാം. കാരണം ഈ ആന തണ്ണീർക്കൊമ്പനെ പിടിച്ച അന്ന് നമ്മുടെ വണ്ടിക്കടവ് ഭാഗത്ത് ഈ ആന റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാന ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചതും അവർക്ക് അറിയാവുന്നതാണ്. അതിനുശേഷം ഒരു 2 ദിവസത്തിന് ശേഷം പാതിരി വനമേഖലയിൽ ഇതിനെ കണ്ടെത്തുകയും CCF അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഈ ആന എങ്ങോട്ട് പോയെന്നൊരു പിടിയില്ല. പിന്നീടാണ് ഇപ്പോൾ ഇവിടെ അളിയനെ ആന തട്ടിയെന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ ഞാൻ അറിയുന്നു. അപ്പോൾ ഈ പറഞ്ഞ വനം വകുപ്പ് നിസ്സഹായരാണ്. കാരണം വ്യവസ്ഥിതി മാറണം, സംവിധാനം മാറണം. എങ്കിൽ മാത്രമേ നമുക്കൊക്കെ രക്ഷയുള്ളൂ. കാട്ടിലെ മൃഗങ്ങളെ, കാട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മളെ ശിക്ഷിക്കുന്നുണ്ടല്ലോ, ശിക്ഷിക്കാൻ സംവിധാനമുണ്ട്. പക്ഷേ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ ഏത് തരത്തിൽ തടയണം എന്ന് നിയമം എഴുതി വച്ചിട്ടില്ല. നമ്മൾ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ജനപ്രതിനിധികളെല്ലാം ഒരു ആളുകളെ വിളിച്ചു കൂട്ടുകയും അതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രകടനം നടത്തുകയും വനം വകുപ്പിനെ തെറി പറയുകയും അത് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. നിയമം എഴുതിയുണ്ടാക്കണമല്ലോ, നിയമ സംവിധാനങ്ങൾ മാറണം. എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. വയനാട്ടിലെ ജനം രക്ഷപ്പെടൂ. ഇത് ഇത്രയും പറയാനുള്ളൂ. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു മരിച്ച അജീഷിൻ്റെ ബന്ധുവാണ്, അളിയനാണ് നമ്മളോട് സംസാരിച്ചത്. ഇവിടെ ഈ സംവിധാനങ്ങളൊന്നും തന്നെ മാറാതെ വനം വകുപ്പിനെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല ഇക്കാര്യത്തിലെന്നാണ്. നേരത്തെ തന്നെ ഈ ആനയുടെ സാന്നിധ്യം ഈ മേഖലയിലൊക്കെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ അതിനെ തടയാനോ ആനയെ അവിടെ നിന്ന് മാറ്റാനോ വേണ്ട നടപടിക്രമങ്ങളൊന്നും സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നു വരുന്നത്. ഇപ്പോഴും വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു അരുൺ പാറയ്ക്കൽ.